പരിശുദ്ധാത്മാവിനെയും നാമത്തിൽ ഞങ്ങളുടെ ഭാവമായി ഉയർന്നിരുന്ന
ഞങ്ങൾക്കും ഞങ്ങളുടെ കുടുംബാംഗങ്ങൾക്കും നൽകിയിട്ടുള്ളത് എന്നാൽ കൃതജ്ഞത പ്രകാശിപ്പിക്കുവാൻ ഞങ്ങൾക്ക് കഴിയാത്തതുമായ എല്ലാ സഹായങ്ങൾക്കും അനുഗ്രഹങ്ങൾക്കും ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. സകലത്തിനെയും നാഥായിക്കും. ശരീരങ്ങളെ ഉയർപ്പിക്കുന്നവനും ആത്മാക്കളെ രക്ഷിക്കുന്നവനും ജീവനെ അനുദിനം പരിപാലിക്കുന്നവരുമാകുന്നു. ഞങ്ങൾ കൂടുതൽ സ്തുതിയും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുവാൻ കടപ്പെട്ടവരാകുന്നു. സകലത്തിനെയും നാഥായി നീക്കും. വിശുദ്ധരെ സഭയിലായി വസിക്കുന്നു പരിശുദ്ധനും സുന്ദരനും ബലവാനും അമർത്യനുമായ കർത്താവേ, അങ്ങയുടെ സ്വഭാവത്തിൽ വളരുന്ന ഞങ്ങളെ അനുഗ്രഹിക്കുകയും ഞങ്ങളോട് കരുണ കാണിക്കുകയും ചെയ്യണമേ. സകലത്തിനെയും നാഥായി നീക്കും. കർത്താവ് അവരോട് പറഞ്ഞു, നീ മരുഭൂമിയിലേക്ക് പോയി മോശയെ കാണുക. അതനുസരിച്ച് അഹരോൻ പോയി ദേവാലയത്തിൽ വെച്ച് തന്നെ അവനെ കണ്ടുമുട്ടി ചുംബിച്ചു. തന്നെ അയച്ച കർത്താവ് കൽപ്പിച്ച എല്ലാ കാര്യങ്ങളും താൻ പ്രവർത്തിക്കണമെന്ന് അവിടെ നിന്ന് വരവേൽപ്പിച്ച അടയാളങ്ങളും മോശ അഹരോനോട് വിവരിച്ചു പറഞ്ഞു. അനന്തരം മോശയും അഹരോനും ചെന്ന് ഇസ്രായേൽ ശ്രേഷ്ഠന്മാരെ എല്ലാം വിളിച്ചുകൂട്ടി കർത്താവ് മോശയോട് പറഞ്ഞ കാര്യങ്ങളെല്ലാം അഹരോനോടും അഹരോൻ ജനത്തോട് ഉപയോഗിക്കുകയും അവരുടെ മുമ്പിൽ അടയാളങ്ങൾ പ്രവർത്തിക്കുകയും ചെയ്തു. ജനം വിശ്വസിച്ചു. കർത്താവ് ഇസ്രായേൽ മക്കളെ സന്ദർശിക്കുന്നുവെന്ന് അവരുടെ കഷ്ടതകൾ കണ്ടിരിക്കുന്നുവെന്ന് കേട്ടപ്പോൾ അവർ തല കുനിച്ച് അവിടുത്തെ ആരാധിച്ചു.
പരിശുദ്ധ സുവിശേഷം 10-ാം അധ്യായം 1 മുതലുള്ള തിരുവചനങ്ങൾ. അനന്തരം കർത്താവ് 72 പേരെ തിരഞ്ഞെടുത്ത് താൻ പോകാനിരുന്ന എല്ലാ പട്ടണങ്ങളിലേക്കും നാട്ടിൻപുറങ്ങളിലേക്കും ഈ 2 പേരായി അവരെ തനിക്ക് മുമ്പേ അയച്ചു. അവൻ അവരോട് പറഞ്ഞു, കൊയ്ത്ത് വളരെ വേലക്കാലവും ചുരുക്കം. അതിനാൽ കൊയ്ത്തിന് വേലക്കാരെ അയക്കുവാൻ കൊയ്ത്തിന്റെ നാഥനോട് നിങ്ങൾ പ്രാർത്ഥിക്കുകയും പോകുകയും, ഇതാ ചെന്നായ്ക്കളിടയിലേക്ക് കുഞ്ഞാടുകൾ എന്ന പോലെ ഞാൻ നിങ്ങളെ അയക്കുന്നു. മനുഷ്യരും സഞ്ചിയും ചെരുപ്പോ നിങ്ങൾ കൊണ്ടുപോകരുത്. വഴിയിൽ വെച്ച് ആരെ അഭിവാദനം ചെയ്യുകയും അരുത്. നിങ്ങൾ ഏത് വീട്ടിൽ പ്രവേശിച്ചാൽ ഈ വീടിന് സമാധാനമെന്ന് ആദ്യമേ ആശംസിക്കണം. സമാധാനത്തിന് പുത്രൻ അവിടെയുള്ളിലേക്ക് നിങ്ങൾ സമാധാനം അവരിൽ കൂടിക്കൊള്ളും. ഇല്ലേ, അത് നിങ്ങളിലേക്ക് തന്നെ തിരിച്ചുപോയി അവരോടൊപ്പം ഭക്ഷിക്കുകയും പാനം ചെയ്യുകയും ചെയ്തുകൊണ്ട് ആ വീട്ടിൽ തന്നെ വസിക്കുകയും. വേലക്കാരൻ തന്റെ കൂലിക്ക് അർഹനാണല്ലോ. നിങ്ങൾ വീട്ടിലോട് ചുറ്റി നടക്കരുത്. ഏതെങ്കിലും നഗരത്തിൽ നിന്ന് പ്രവേശിക്കുകയും അവർ നിങ്ങൾ സ്വീകരിക്കുകയും ചെയ്യുമ്പോൾ നിങ്ങൾക്ക് വിളമ്പുന്നത് ഭക്ഷിക്കുകയും അവിടെയുള്ള രോഗികളെ സുഖപ്പെടുത്തുകയും ദൈവരാജ്യം നിങ്ങൾ സമീപിച്ചിരിക്കുന്നു എന്ന് അവരോട് പറയുകയും ചെയ്യും. നിങ്ങൾ ഏതെങ്കിലും നഗരത്തിൽ പ്രവേശിക്കുമ്പോൾ അവർ നിങ്ങൾ സ്വീകരിക്കാതിരുന്നാൽ തെരുവിൽ ഇറങ്ങി നിന്നുകൊണ്ട് പറയണം, നിങ്ങളുടെ നഗരത്തിൽ നിന്ന് ഞങ്ങളുടെ കാലുകളിൽ പറ്റിയിട്ടുള്ള പൊടി പോലും നിങ്ങൾക്കെതിരെ ഞങ്ങൾ തട്ടിക്കളയുന്നു. എന്നാൽ ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നുവെന്ന് നിങ്ങൾ അറിഞ്ഞുകൊള്ളുകയും ഞാൻ നിങ്ങളോട് പറയും, ആ ദിവസം സോദോമിന്റെ സ്ഥിതി ഈ നഗരത്തിന്റേതിനേക്കാൾ സഹനീയമായിരിക്കും. തമ്പുരാനെ ആശ്രയിക്കുക, തമ്പുരാനെ കൊടുക്കുക. ഈശ്വരശിഹായ ജോസ്കറിലുള്ള മാതാപിതാക്കളെ, ബഹുമാനപ്പെട്ട സിസ്റ്റേഴ്സ്, സഹോദരി സഹോദരന്മാരെ, കുഞ്ഞുമക്കളെ, സുവിശേഷം നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്. തമ്പുരാനെ ആശ്രയിച്ച് തമ്പുരാനെ കൊടുക്കുന്നവരാണ് എന്ന്. സാധാരണ യാത്രയ്ക്ക് ലക്ഷ്യമുണ്ടാകും. ലക്ഷ്യത്തോടൊപ്പം യാത്രയ്ക്കായിട്ട് ഇറങ്ങിത്തിരിക്കുമ്പോൾ എന്തൊക്കെ കരുതണം എന്ന വ്യക്തമായ ചിന്തകളുണ്ടാകും. കൂടെയുള്ളവർ ഓർമ്മിപ്പിക്കുകയും ചെയ്യും. ഇവിടെ 72 പേരെ തിരഞ്ഞെടുക്കുകയാണ്. 72 പേർക്ക് ചരിത്ര പശ്ചാത്തലമുണ്ട്. എന്തുകൊണ്ടാണ് ഈശോ 72 പേരെ തിരഞ്ഞെടുക്കുവാനുള്ള കാരണം? ദൈവം ഭാഷ ചിന്തറിച്ചതിന് ശേഷം 72 ഭാഷകളിലാണ് പാപേ സമൂഹം സംസാരിച്ചിരുന്നത് എന്ന് ചരിത്രമുണ്ട്. അതോടൊപ്പം തന്നെ നോവയിലെ പെട്ടകം ഉറച്ചതിന് ശേഷം അവരെ തലമുറകൾ 72 പേരായിരുന്നു എന്ന് അതിൽ നിന്ന് പൊട്ടിമുളച്ചതാണ് ലോകം മുഴുവൻ എന്ന് മറ്റൊന്ന് ഉൽപ്പത്തിയുടെ പുസ്തകത്തിൽ 10-ാം അധ്യായത്തിൽ രേഖപ്പെടുത്തുകയാണ്. വീണ്ടും നമുക്ക് കാണുവാനായി സാധിക്കും, സീനായി മലയിൽ ദൈവം മോശയുമായി ഉടമ്പടി സ്ഥാപിച്ചപ്പോൾ പുറപ്പാടിന്റെ പുസ്തകം 24-ാം അധ്യായത്തിൽ 72 സാക്ഷികളെയാണ് ദൈവം തിരഞ്ഞെടുത്തിരുന്നത്. അതോടൊപ്പം തന്നെ സംഖ്യയുടെ പുസ്തകത്തിൽ 11-ാം അധ്യായത്തിൽ മോശയ്ക്ക് സഹായികളായിട്ട് 72 പേരെ തിരഞ്ഞെടുക്കുന്നു. അതോടൊപ്പം തന്നെ യഹൂദന്മാരുടെ സെക്രട്ടറി സഭയിൽ 72 അംഗങ്ങളുണ്ടായിരുന്നു എന്ന് ചരിത്രം രേഖപ്പെടുത്തുകയാണ്. ഇതെല്ലാം ദൈവത്തിന് പ്രത്യേകമായ പദ്ധതികളുണ്ടായിരുന്നു. ആ പദ്ധതികൾ അനുസരിച്ചാണ് എല്ലാവരിലെയും സുവിശേഷം പ്രഘോഷിക്കപ്പെടണം എന്ന ചിന്തയുമായാണ് ദൈവം 72 പേരെ തിരഞ്ഞെടുത്തത്. ആ 72 പേരെ ചുമതലപ്പെടുത്തുകയാണ്.
അവർ അഭിമുഖീകരിക്കാൻ പോകുന്ന പ്രശ്നങ്ങൾ വ്യക്തമാകുന്നത് ചെന്നായ്ക്കളിടയിലെ ചെമ്മരിയാടുകൾ എന്ന പോലെയാണ് ഞാൻ നിങ്ങളെ അയക്കുക. മറ്റൊരു വാക്കിൽ പറഞ്ഞു, സന്തോഷകരമായ അനുഭവങ്ങൾ ആയിരിക്കുകയില്ല നിങ്ങളുടെ മുമ്പിൽ. പ്രശ്നങ്ങളും പ്രതിസന്ധികളും ഉണ്ടാകും. ഈ പ്രശ്നങ്ങളെയും പ്രതിസന്ധികളെയും അഭിമുഖീകരിക്കുവാനായിട്ട് അവരെ ഒരുക്കുന്ന തമ്പുരാനെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. മുന്നറിയിപ്പ് കൊടുത്ത് ഒരുക്കുന്ന തമ്പുരാനെ വീണ്ടും നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. സാധാരണഗതിയിൽ എന്തൊക്കെ കരുതണമെന്ന് പറയുമ്പോൾ അവരോട് പറയുകയാണ്, ദൈവത്തിൽ ആശ്രയിക്കുക, മറ്റുള്ളതെല്ലാം ദൈവം നൽകുമെന്ന്. ഒന്നും കരുതേണ്ട എന്ന് പറയുകയാണ്. കാരണം കരുതലുണ്ടായ ദൈവത്തിൽ ആശ്രയിക്കുന്നതിനെ കുറിച്ചുള്ള ചിന്ത കുറവായി പോകാം. അവിടെയാണ് ദൈവം പറയുക, ഒന്നും കരുതേണ്ട എന്ന്. എന്താണ് കൊടുക്കേണ്ടത് എന്ന് വളരെ വ്യക്തമായി പറയുകയാണ്. കൊടുക്കേണ്ടത് സമാധാനമാണ്. നിങ്ങൾ ഏത് കുടുംബത്തിൽ പ്രവേശിച്ചാൽ ആ കുടുംബത്തിൽ ആദ്യമേ തന്നെ സമാധാനം ആശംസിക്കണം. അത് ദൈവത്തിന് കൊടുക്കുവാനുള്ള ഏറ്റവും വലിയ ഒന്നാണ്. ദൈവം എവിടെയുണ്ടോ അവിടെ സമാധാനമുണ്ടായിരിക്കും, അവിടെ ബന്ധമുണ്ടായിരിക്കും, അവിടെ സ്നേഹമുണ്ടായിരിക്കും എന്ന് ഈശോ ഓർമ്മപ്പെടുത്തുകയാണ്. പുതിയ നിയമത്തിന്റെ ആരംഭത്തിൽ തന്നെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. ദൈവദൂതന്മാർ പ്രത്യക്ഷപ്പെട്ട് പറയുന്നത് ഇത് തന്നെയാണ്, സന്മനസ്സുള്ളവർക്ക് സമാധാനം. ഉദ്ധിതൻ പ്രത്യക്ഷപ്പെട്ടതിന് ശേഷം ശിഷ്യന്മാരോട് പറയുന്നതും ഇത് തന്നെയാണ്, സമാധാനം നിങ്ങളോടുകൂടെ. പരിശുദ്ധന്മാരെ ഏറ്റവും കൂടുതൽ കേൾക്കുന്ന ഒരു വാക്കും ഇത് തന്നെയായിരിക്കും, സമാധാനം നമ്മോടുകൂടെ. ഓർമ്മപ്പെടുത്തുകയാണ്, ദൈവമുണ്ട് എങ്കിൽ അവിടെ സമാധാനമുണ്ട് എന്ന്, ദൈവപുത്രൻ അവിടെ ഉണ്ട് അവിടെ സമാധാനമുണ്ട് എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. ഇത് തന്നെയാണ് പരിശുദ്ധ ലിയോ 14 പാപ്പായി പറയുക. അതെ, ഏപ്രിൽ മാസം 7-ാം തീയതി 2024 സ്ഥാപിച്ചു. മനുഷ്യർക്ക് ഏറ്റവും ആവശ്യമായിട്ടുള്ളത് സമാധാനമാണ്. അതുകൊണ്ട് തന്നെ എല്ലാ പൗരന്മാരും എല്ലാ രാജ്യങ്ങളും തങ്ങൾ അധികാരികളോട് ആവശ്യപ്പെടുക സമാധാനത്തിന്റെ വക്താക്കളായി തീരുവാനായിട്ട്. യുദ്ധമല്ല, സ്നേഹമാണ്, ബന്ധമാണ് നമുക്ക് ആവശ്യമുള്ളത്. സ്നേഹം സുവിശേഷം നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്. നാം എവിടെയായിരിക്കുന്നു അവിടെ സമാധാനം കൊടുക്കുവാനായി നമുക്ക് ഓരോരുത്തർക്കും സാധിക്കണം. അത് ജീവിതത്തിലൂടെ കൊടുക്കുവാനായി സാധിക്കണം. എന്റെ വാക്കുകളേക്കാളൊക്കെ ഉപരിയായിട്ട് എന്റെ ജീവിത സമാധാനത്തിലേതാക്കി മാറ്റുവാനായിട്ട് നമുക്ക് ഓരോരുത്തർക്കും സാധ്യതമാകണം. വിശുദ്ധ ഗീവർഗീസിന്റെ ജീവിതത്തിലേക്ക് തിരിഞ്ഞു നോക്കുമ്പോൾ ഇതുതന്നെ കാണുവാനായിട്ട് നമുക്ക് സാധിക്കും. അസമാധാനത്തിൽ ചികിത്സിക്കുന്ന ഒരു സമൂഹത്തിന് സമാധാനം കൊടുക്കുവാനായിട്ട് ദുഷ്ടനായ ആ വലിയ വർഗത്തെ കൊല്ലുവാനായിട്ട് വിശുദ്ധ ഗീവർഗീസ് ഇറങ്ങിത്തിരിക്കുകയാണ്. അവിടെ സമാധാനം സ്ഥാപിക്കേണ്ട വേണ്ടി അതിനെ നശിപ്പിച്ചേ തീരൂ എന്ന് അവൻ തീരുമാനിക്കുകയാണ്. ആ ധീരതയാണ് ഇന്ന് നാം ഓർത്തുകൊണ്ടിരിക്കുക. സമാധാനം കൊടുക്കുന്നവരായി തീരുമാനമായിട്ട്, തമ്പുരാനെ കൊടുക്കുന്നവരായി തീരുമാനമായിട്ട് നാം എവിടെയായിരിക്കുന്നു അവിടെ സമാധാനം ഉറപ്പുവരുത്തുവാനായിട്ട് ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. ആനയിക്കണമെന്ന് ഞങ്ങൾ അപേക്ഷിക്കുന്നു.
സ്പർശിക്കുകയും ചെയ്യണമേ. സകലത്തിന്റെയും നാഥനായ ദൈവം തന്റെ വാസത്തിൽ നമ്മുടെ കടകളുടെയും പാപങ്ങളുടെയും കറ കഴികളെ നമ്മുടെ യോഗങ്ങളും ആവശ്യങ്ങളിൽ ദൈവകരങ്ങളിലേക്ക് സമർപ്പിക്കുകയാണ്. എവിടെയായിരിക്കുമോ അവിടെ തമിഴ്നാടെ കൊടുക്കുന്നവരായിരിക്കുവാനും തമിഴ്നാട് സാക്ഷി നൽകുന്നവരായിരിക്കുവാൻ ആവശ്യമായ കൃപ അങ്ങയുടെ ആദ്യമായ എപ്പോഴും എന്നേക്കും ഞങ്ങൾ സ്തുതിക്കും. നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടി ധനവിഭാഗത്തിനെയും മരണത്തിനെയും സംസ്കാരത്തിനെയും ധാനത്തിനെയും ഓർമ്മയാചരിക്കുവാൻ കൽപ്പിക്കുന്ന വിഷയം തന്നെ ഉപയാൻ ഈ കുർബാന നമ്മുടെ ജനങ്ങളിൽ നിന്ന് സ്വീകരിക്കുവാനാകട്ടെ. ഞങ്ങളുടെ പ്രാമാണികമായ കൽപ്പനയനുസരിച്ച് മിശിഹായുടെ സ്വർഗ്ഗത്തിൽ നിന്നുള്ള മഹത്വപൂർണമായ രണ്ടാമത്തെ ആഗമനം വരെ അവിടുത്തെ വിശുദ്ധ ബലിപീഠത്തിന്മേൽ സുദൃഢവും പരിശുദ്ധവും ജീവദായകവും ദൈവികവുമായ ഈ രഹസ്യങ്ങൾ സജ്ജീകരിക്കപ്പെടുന്നു. അവിടുത്തെ സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ഏകദൈവമേ വിശ്വസിപ്പുമധ്യരാ ഞങ്ങളങ്ങയെ
ഈ കുർബാനായ കരങ്ങൾ വഴി പൂർത്തിയാക്കുവാൻ നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുവിൻ. ഞങ്ങളുടെ മേൽ വർഷിച്ചുകൊണ്ടിരിക്കുന്ന സമർത്ഥമായ അനുഗ്രഹങ്ങളെ പ്രതി ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. അങ്ങയുടെ പ്രിയപുത്രന്റെ ശരീരങ്ങളാകുന്ന ദിവ്യരഹസ്യങ്ങളുടെ ശുശ്രൂഷകരാകുവാനും സ്വീകരിക്കുന്നവരാകുവാനും എളിയവരും പാപികളുമായിരുന്നേറ്റും ഞങ്ങളെ അങ്ങ് കാരുണ്യാഗ്രഹത്താൽ യോഗ്യരാക്കി അങ്ങ് നൽകിയ ഈ ദാനം തികഞ്ഞ സ്നേഹത്തോടും ഉറച്ച വിശ്വാസത്തോടും കൂടി പരികർമ്മം ചെയ്യുവാൻ ഞങ്ങളെ ഓരോരുത്തരെയും ശക്തരാക്കണമെന്ന് അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. ഞങ്ങൾ അങ്ങേക്ക് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. സമാധാനം നിങ്ങളോടുകൂടെ. ഞങ്ങളിലും ഞങ്ങളുടെ കുടുംബാംഗങ്ങളിലും ഉണ്ടാകുമാറാകട്ടെ. അശുദ്ധരാജങ്ങളെ ശുദ്ധീകരിക്കുകയും ഞങ്ങളുടെ അധരങ്ങളെ പവിത്രീകരിക്കുകയും ചെയ്യണമേ. ഞങ്ങളുടെ നാവായ ദൈവമേ, നിസാരാജങ്ങളുടെ കീർത്തനങ്ങൾ സകല വിശുദ്ധരുടെയും മാലാഖമാരുടെയും സ്തോത്രങ്ങളോട് ചേർക്കണമേ. ഭൂവാസികളെ സ്വർഗവാസികൾ ഒന്നിപ്പിച്ച് അങ്ങയുടെ അനന്തകാരുണ്യത്തിന് എന്നേക്കും സ്തുതി. ഉയർന്ന സ്വരത്തിൽ ഇടപെടാതെ സ്തുതിച്ചുകൊണ്ട് ഞങ്ങളോട് ചേർന്ന് അങ്ങേക്ക് ഓശാന പാടുകയും ചെയ്യുന്നു. Thank you.
അങ്ങയുടെ പ്രിയപുത്രൻ ഞങ്ങളെ പഠിപ്പിച്ചതുപോലെ അവിടുത്തെ പീഠാനുഭവത്തിന്റെ സ്മരണ ഞങ്ങൾ ആചരിക്കുന്നു. ഏൽപ്പിച്ചു കൊടുക്കപ്പെട്ട രാത്രി ഈശോ നിർമ്മലമായ തൃക്കരങ്ങളിൽ അപ്പമെടുത്ത് സ്വർഗ്ഗത്തിലേക്ക് ആരാധ്യനായ പിതാവേ, അങ്ങയുടെ ഭക്തനിലേക്ക് കണ്ണുകൾ ഉയർത്തി വാഴ്ത്തി വിഭജിച്ച് ശിഷ്യന്മാർക്ക് നൽകിക്കൊണ്ടരുൾ ചെയ്തു. ഇത് പാപമോചനത്തിനായി നിങ്ങൾക്ക് വേണ്ടി വിഭജിക്കപ്പെടുന്ന എന്റെ ശരീരമാകുന്നു. നിങ്ങളെല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി ഭക്ഷിക്കുന്നു. സ്തോത്രം ചെയ്ത് വാഴ്ത്തി അവർക്ക് നൽകിക്കൊണ്ടരുൾ ചെയ്തു. ഇത് പാപമോചനത്തിനായി അനേകർക്ക് വേക്ഷിക്കപ്പെടുന്ന പുതിയ ഉടമ്പടിയിൽ എന്റെ രക്തമാകുന്നു. ഇത് വാങ്ങി പാലം ചെയ്യുക. നിങ്ങളെല്ലാവരും ഉദ്ദേശിച്ചു കൊടുക്കുമ്പോൾ എന്റെ ഓർമ്മയ്ക്കായി ചെയ്യുവിൻ. ഞങ്ങളുടെ ഇടയിൽ നിന്നും അങ്ങനെ നാമത്തിൽ വേർപിരിഞ്ഞു പോയ എല്ലാ മനുഷ്യർക്ക് വേണ്ടിയും ഞങ്ങളുടെ പ്രാർത്ഥന സഹായം പ്രത്യേകം ആവശ്യപ്പെട്ടിരിക്കുന്ന എല്ലാവർക്കും വേണ്ടിയും ഞങ്ങളുടെ മാതാപിതാക്കൾക്കും ബന്ധുമിത്രാദികൾക്കും കുടുംബാംഗങ്ങൾക്ക് വേണ്ടിയും ഞങ്ങളെ സ്നേഹിക്കുന്നവർക്ക് വേണ്ടിയും ഞങ്ങൾ സ്നേഹിക്കുന്നവർക്ക് വേണ്ടിയും അവരുടെ കാരുണ്യത്തെ പ്രത്യാശപൂർവ്വം കാത്തിരിക്കുന്നു അയോഗ്യരായ ഓരോരുത്തർക്കും വേണ്ടിയും കർത്താവേ അങ്ങേ കുർബാന സ്വീകരിക്കണമേ. അങ്ങയുടെ ദാസരുടെ കുർബാനയിൽ അവിടെ ആവാസിച്ചു ഇതിനെ ആശീർവദിക്കുകയും അഭിഷേകരിക്കുകയും ചെയ്യട്ടെ. ഇത് ഞങ്ങളുടെ കരങ്ങളുടെ ബോധയ്ക്കും പാപങ്ങളുടെ മോചനത്തിനും മനുഷ്യർക്ക് ഉയർത്തുള്ളവരെ പ്രത്യാശയ്ക്കും അങ്ങേ പ്രീതിപ്പെടുത്തിയ എല്ലാവരോടും ഒന്നിച്ച് സ്വർഗരാജ്യത്തിൽ ജീവിതത്തിനും കാരണമാകട്ടെ. സജീവവും പരിശുദ്ധവും ജീവദായകമായ നാമത്തിന് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും ഞങ്ങൾ സമർപ്പിക്കുന്നു ഇപ്പോഴും എപ്പോഴും എന്നേക്കും.
ഭൂഷിണമായിടും നിന്റെ നാമത്തിൽ ആദരാഗങ്ങൾ അർപ്പിക്കും. സ്തോത്രവും സ്തുതിക്കരങ്ങൾ ഇന്നും എപ്പോഴും എന്നേക്കും. സജീവവും ജീവദായകവുമായ ഈ തിരുശരീരവും തിരുരക്തവും സ്വർഗത്തിൽ ഇറങ്ങിയതും ലോകത്തിന് മുഴുവൻ ജീവൻ നൽകുന്നതുമാകുന്നു. ഇത് ഭക്ഷിക്കുന്നവർ മരിക്കുകയില്ല, പ്രതുത പാപമോചനവും രക്ഷയും പ്രാപിക്കുകയും നിത്യം ജീവിക്കുകയും ചെയ്യും. പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നാം എല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ചെയ്യാം.
എനിക്ക് ലഭിക്കും എന്നുള്ള വിശ്വാസത്തോടുകൂടി അവരുടെ വിശേഷിക്കാം. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങയുടെ മനസ്സ് സ്വർഗ്ഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. സമാധാനം നിങ്ങളോടുകൂടെ. വിശുദ്ധ കുർബാന വിശുദ്ധ ജനത്തിനുള്ളതാകുന്നു. നമ്മെ ജീവിക്കുന്ന കർത്താവിന്റെ ഭാവനം അവരുടെ കാരുണ്യത്താൽ നാം എല്ലാവരിലും സമ്പൂർണ്ണമാകട്ടെ. മിശിഹാശ്രീയുടെ തൂണങ്ങൾ ഒതുക്കി ശിവൻ കാരണം സഹോദരി സ്വയത്തിലുള്ള വിശ്വാസത്തോടെ ദൈവത്തിന്റെ ശരീരം സ്വീകരിക്കുവാൻ അവിടുത്തെ പാനം ചെയ്യാൻ തിരുസഭകളെ ക്ഷണിക്കുന്നു.
ഇന്ന് 6:30 ശകുന്തൻ ജോസഫ് ആന്റണിയുടെ വസതിയിൽ വെച്ചും 1-ാം തീയതി 6:30 മറ്റപ്പള്ളി റപ്പായി ജോർജിന്റെ വസതിയിൽ വെച്ചും സംഭവിക്കുന്നതാണ്. ഈ ആഴ്ച പള്ളി പരിസരമൂർത്തിയാക്കിയത് 4-ാം നന്ദി പറയുന്നു. അടുത്ത ആഴ്ചയിൽ 5-ാം തീയതിയായിരിക്കും. 5-ാം തീയതി ചൊവ്വാഴ്ച വിശുദ്ധ കുർബാന വൈകിട്ട് 6 മണിക്കായിരിക്കും. ഈ കുർബാനയെ തുടർന്ന് കോഴി നിറത്ത് ലേഖനം ഉണ്ടായിരിക്കും. നമുക്ക് പ്രാർത്ഥിക്കാം. കഥാവായനയുമേ സുഖവും പരിശുദ്ധവും ജീവനായകവും ദൈവികവുമായ രഹസ്യങ്ങൾ കടങ്ങളുടെ മോചനത്തിനായ കാരുണ്യപൂർവ്വം ഞങ്ങൾക്ക് നൽകിയത് ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. സകലത്തെയും നാഥായിലേക്കും മനുഷ്യവർഗത്തിന്റെ പ്രത്യാശയായ മിശിഹായി സുഖവും പരിശുദ്ധവും ജീവനായകവും ദൈവികവുമായ കുർബാന വഴി നീ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഓർക്കുകയും അപരാധങ്ങൾ ക്ഷമിക്കുകയും ചെയ്തു. ഉന്നതങ്ങളിൽ നിന്നുള്ള ആരാധ്യമായി നാലും വാഴ്ത്തപ്പെടാകട്ടെ. സർവ്വത്തിന്റെയും നാഥായിലേക്കും സൗഭഗ
ശരീരം ഭക്ഷിക്കും എന്റെ രക്തം പാനം ചെയ്യും മാനവർ എന്നിൽ നിവസിക്കും അവരിൽ ഞാനും നിശ്ചയമാണ് നമ്മുടെ ജീവിത പാതകളിൽ ആവശ്യകമാം ദാനങ്ങൾ നൽകിയ അനുഗ്രഹം അരുളട്ടെ. ദൈവം ജീവൻ നൽകും ശുദ്ധിയേഴും നരകസ്യങ്ങൾ കൈക്കൊണ്ടോരും അഖിലരെയും ദൈവം വരനിര ചൊരിയട്ടെ. കുരിശടയാളം വഴിയായി നാം സംരക്ഷിതരായി തീരട്ടെ. മുദ്രിതരായി ഭവിക്കട്ടെ. ഇപ്പോഴും എപ്പോഴും എന്നേ